എറണാകുളത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയാണ്. രക്ഷിതാക്കൾ എന്ന വ്യാജന സെന്റ് തെരേസാസ് കോളേജിലേക്കുള്ളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അതിലേക്കാണ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. അരുൺ, സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഒളിച്ചിരുന്നുകൊണ്ട് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടുന്നത്? എന്താണ് പിന്നീട് സംഭവിച്ചത് അരുൺ? പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് MP ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. ഇന്ന് കൊച്ചിയിൽ 2 പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി എത്തിയത്. ആദ്യം വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് 2 സ്ഥലങ്ങളിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്താനുള്ള ശ്രമങ്ങളുണ്ടായി. ഒന്ന് ഫോർട്ട് കൊച്ചിയിലും അതോടൊപ്പം തന്നെ വാതുരുത്തി എന്നീ സ്ഥലങ്ങളിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടാൻ ശ്രമം നടത്തിയത്. ഇത് മുൻകൂട്ടി തന്നെ പോലീസ് കണ്ടെത്തുകയും അവരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ പ്രതിഷേധം പൊളിയുകയാണ് ഉണ്ടായത്. എന്നാൽ മുഖ്യമന്ത്രി ഈ വാട്ടർ മെട്രോ ടെർമിനൽ ഉദ്ഘാടനത്തിന് ശേഷം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ ആ ഗസ്റ്റ് ഹൗസിന് സമീപത്ത് വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അവർ സമീപത്തെ സെന്റ് തെരേസാസ് കോളേജിൽ ഒളിച്ചിരുന്ന ശേഷം മുഖ്യമന്ത്രി വാഹനവ്യൂഹം കടന്നു വന്നപ്പോൾ ആ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും അവിടെ വെച്ച് കരിങ്കൊടി കാട്ടുകയും ചെയ്യുകയായിരുന്നു. ഈ പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും പോലീസ് സന്നാഹം ഉണ്ടായിട്ടും ഈ പ്രതിഷേധക്കാരെ കണ്ടെത്താനോ ആ പ്രതിഷേധം തടയാനോ പോലീസിന് കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് സെന്റ് തെരേസാസ് കോളേജിൽ ഇന്നൊരു സ്കോളർഷിപ്പ് പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ കോളേജിന്റെ ഗേറ്റിലൂടെ രക്ഷിതാക്കൾ എന്ന വ്യാജേന ഇവർ കയറി അകത്ത് ഒളിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി വന്ന സമയത്ത് കൃത്യമായി അവർ മുൻപിലത്തെ ഗേറ്റിലൂടെ മുഖ്യമന്ത്രി വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. ഈ ഗേറ്റിന് മുന്നിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു വനിതാ പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വനിതാ പോലീസ് ഇവരെ തടയാനുള്ള വിപുലമായ ശ്രമങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ പോലീസിൻ്റെ സന്നാഹം ഉണ്ടായിരുന്നു. നിരവധി പോലീസുകാർ പല ഭാഗങ്ങളിലായിട്ട് തമ്പടിച്ചിരുന്നു. പക്ഷേ അവിടേക്കൊന്നും പോകാതെ കൃത്യമായി ഇവർ ഈ കോളേജിൽ ഒളിച്ചിരിക്കുകയും ആ കോളേജിൽ നിന്ന് മുഖ്യമന്ത്രി വന്നപ്പോൾ പുറത്തു വന്ന് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുകയും ചെയ്തു. അതായത് മൂന്നാമത്തെ ശ്രമത്തിൽ അവർക്ക് തങ്ങളുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാൻ, കരിങ്കൊടി പ്രതിഷേധത്തിലൂടെ അറിയിക്കാൻ കഴിയും. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രവർത്തകർ ഒളിച്ചിരുന്നുകൊണ്ട് കോളേജിൽ ഒളിച്ചിരുന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെതിരെ പാഞ്ഞെടുത്ത് കരിങ്കൊടി പ്രതിഷേധം നടത്തുകയായിരുന്നു.